ഹായ് ഫ്രണ്ട്സ്. ജോബ് സെക്യൂർ ലോ എമിനൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ക്യുസാറ്റിൻ്റെ എക്സാം ഇനി ഏതാനും ദിവസങ്ങളെ നമ്മുടെ മുമ്പിലുള്ളൂ. ഇപ്പോൾ ക്യുസാറ്റിൽ ഒരു പ്രധാന ഏരിയയാണ് ലോജിക്കൽ റീസണിങ്. ലോജിക്കൽ റീസണിങ്ങിലെ ന്യൂമറിക്കൽ എബിലിറ്റി ഏരിയയിൽ നിന്നുള്ള ഏതാനും ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പം ക്യുസാറ്റ് ലോ എൻട്രൻസ് ആലോചിക്കുന്നവർ പ്രത്യേകം നോക്കുക. കേരളത്തിൽ കിട്ടാവുന്ന ഏറ്റവും മികച്ച ലോ കോഴ്സുകളിലൊന്നാണ് ക്യുസാറ്റിൻ്റെ ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് അപ്ലൈ ചെയ്തിട്ടുള്ളവർ വളരെ ഗൗരവത്തോടെ ആ കോഴ്സിനെ കാണുക. ജോബ് സെക്യൂറുടെ തന്നെ ക്രാഷ് കോഴ്സിലെ പുതിയ കോഴ്സിലേക്കുള്ള അഡ്മിഷൻ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. 799 ആണ് അതിൻ്റെ കോഴ്സ് ഫീ വരുന്നത്. ആ കോഴ്സിന് ഇപ്പോൾ അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. ലോങ് ടൈം പ്രിപ്പറേഷൻ ബാച്ചും ഞങ്ങളുടെ കോഴ്സ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അഡ്മിഷൻ ഇപ്പോഴും ഓപ്പൺ ആണ്. ക്യുസാറ്റിന് ഒരു നല്ലൊരു പ്രിപ്പറേഷൻ എടുത്താൽ തന്നെയേ നമുക്ക് നല്ലൊരു റിസൾട്ടിലേക്ക് എത്തുള്ളൂ. കഴിഞ്ഞ വർഷം ആദ്യത്തെ 10 റാങ്കിൽ 7 റാങ്കും നേടിയിരിക്കുന്നത് ജോബ് സെക്യൂറിയൻസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ഗൗരവത്തോടെ നമ്മൾ ഈ കോഴ്സിനെ സമീപിക്കേണ്ടതുണ്ട്. ലോജിക്കൽ റീസണിങ്ങിലെ ഏതാനും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഞാൻ നേരിട്ട് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കുകയാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: കംപ്ലീറ്റ് ദ ഫോളോയിങ് സീരീസ് വിത്ത് ദോസ് ഗിവൺ ഫ്രം എമംഗ് ദ ഓൾട്ടർനേറ്റീവ്സ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് നോക്കൂ: ബി, വൈ, സി, എക്സ്, ഡി, ഡബ്ല്യു, ഇ. അപ്പം നമുക്കിവിടെ ഈ നമ്പേഴ്സിനെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കറിയാം, ബി, സി, അല്ലേ? ആ ഒന്നിടവിട്ട നമ്പേഴ്സിനെ നോക്കൂ: ബി, സി, ഡി, ഇ. അപ്പോൾ ഇവിടെ ഒരു ലെറ്റർ ഉണ്ടായിരുന്നെങ്കിൽ അത് ഏതായിരിക്കും? എഫ് ആയിരിക്കും. അതേപോലെ ഇത് നോക്കൂ: വൈ, വൈയുടെ തൊട്ട് പിന്നിൽ എക്സ്, എക്സിൻ്റെ തൊട്ട് പിന്നിൽ ഡബ്ല്യു. അപ്പം ഡബ്ല്യുവിൻ്റെ തൊട്ട് പിന്നിൽ ഏതാ? വി. അപ്പം ഇവിടെ ഏതാ ലെറ്റർ വരിക? വി എന്നുള്ള ലെറ്റർ വരും. കോഡിംഗ് ഡീകോഡിങ്ങിൻ്റെ ഒരു ചെറിയൊരു രൂപം, നമ്പർ സീരീസിൻ്റെ ചെറിയൊരു രൂപം, രണ്ടും കൂടെ മിക്സ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മളെ അടുത്തിപ്പം ചോദിച്ചിരിക്കുന്നത്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ നിങ്ങൾക്കത് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്: വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് റിലേറ്റഡ് ടു ഇസ്ലാമാബാദ് in the same manner as New York is related to San Francisco? ന്യൂയോർക്കും സാൻ ഫ്രാൻസിസ്കോയും എങ്ങനെയാണ് റിലേറ്റഡ് ആവുന്നത്? ഈ ന്യൂയോർക്കും സാൻ ഫ്രാൻസിസ്കോയും ഏത് കൺട്രിയുടെ ഏത് കൺട്രിയിലെ പ്രധാനപ്പെട്ട രണ്ട് പ്ലേസസാ? US-ലെ, അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇസ്ലാമാബാദ് ഏത് കൺട്രിയുടെ പാകിസ്ഥാൻ്റെ. പക്ഷെ പാകിസ്ഥാൻ ആണോ നമുക്ക് ആൻസർ വരിക? അല്ല. ഇവിടെ നമുക്ക് US ആയിരുന്നോ ആൻസർ വന്നത്? അല്ല. US-ലെ രണ്ട് പ്രധാനപ്പെട്ട പ്ലേസസ് ആണ് ന്യൂയോർക്കും സാൻ ഫ്രാൻസിസ്കോവും. അങ്ങനെയാണെങ്കിൽ പാകിസ്ഥാനിലെ ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് ഇസ്ലാമാബാദ് എങ്കിൽ പാകിസ്ഥാനിലെ വേറൊരു പ്രധാനപ്പെട്ട സ്ഥലം ഏതാ വരുന്നത്? കറാച്ചിയാണ്. ഇവിടെ പലരും കൊണ്ടുപോയിട്ട് പാകിസ്ഥാൻ എഴുതും. പാകിസ്ഥാൻ അല്ല ആൻസർ. പാകിസ്ഥാന്റെ പാർട്ടാണ് കറാച്ചിയും ഇസ്ലാമാബാദും. US-ന്റെ പാർട്ടാണ് ന്യൂയോർക്കും സാൻ ഫ്രാൻസിസ്കോയും. അങ്ങനെ വേണം നമ്മൾ തിങ്ക് ചെയ്യാൻ. അത് പലപ്പോഴും തെറ്റിപ്പോകുന്നുണ്ട്. എത്രയോ കുട്ടികൾ മറ്റേ ആൻസറിലേക്ക് പോയി എത്തുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ തെറ്റിപ്പോവരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്: 20% ഓഫ് എ നമ്പർ വെൻ ആഡഡ് ടു 20 ബിക്കംസ് ദ നമ്പർ ഇറ്റ് സെൽഫ്. അപ്പോൾ ഒരു നമ്പറിൻ്റെ 20% ആ 20യോട് ആഡ് ചെയ്യുമ്പം ആ നമ്പർ തന്നെ കിട്ടുന്നു. അങ്ങനെയാണെങ്കിൽ നമ്പർ ഏത് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പം നമ്മൾ എങ്ങനെയായിരിക്കും അത് ചെയ്യേണ്ടി വരിക? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു നമ്പറിൻ്റെ 20%, പൊതുവേ നമ്മുടെ നമ്പർ നമുക്കറിയില്ലെങ്കിൽ നമ്പർ എത്രയാണെന്നാണ് എടുക്കുക? നമ്മൾ എക്സ് ആണെന്നാണ് എടുക്കുക. അപ്പം നമ്പർ എക്സ് ആണ് എന്ന് വിചാരിക്കുക. അപ്പം നമ്പർ എക്സ് ആണെങ്കിൽ എക്സിൻ്റെ 20% എന്ന് പറഞ്ഞാൽ എക്സ് ഇൻറ്റു 20/100 പ്ലസ് 20 ഈസ് ഈക്വൽ ടു, ആ നമ്പർ തന്നെ കിട്ടുന്നു എന്നല്ലേ പറഞ്ഞേ, ഈക്വൽ ടു എക്സ്. അപ്പം 20/100 എന്ന് പറഞ്ഞാൽ 0.2, അല്ലേ? അപ്പം 0.2x പ്ലസ് 20 ഈസ് ഈക്വൽ ടു എക്സ്. സോ 20 ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് 0.2x. അപ്പം എക്സിൽ നിന്ന് 0.2 മൈനസ് ചെയ്താൽ 0.8x. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എങ്ങനെയാണ് കാണുക? എക്സ് ഇസ് ഈക്വൽ ടു 20/0.8.
കാൽക്കുലേഷൻ ഈസി ആക്കാൻ രണ്ടിനെയും 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 200/8. 200നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര എന്ന് കിട്ടും? 25 എന്ന ആൻസർ കിട്ടും. അപ്പൊ 25ന്റെ 20%നോട് 20 ആഡ് ചെയ്താൽ എത്ര കിട്ടും? 25 തന്നെ കിട്ടും. അതാണ് നമ്മളടുത്ത് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് അത്ര പെട്ടെന്ന് തിങ്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഉടനെ നമ്പർ എക്സ് ആണ് എന്ന് വിചാരിക്കാം. എക്സിന്റെ 20% എക്സ് ഇൻറ്റു 20/100 പ്ലസ് 20 ഇസ് ഈക്വൽ ടു എക്സ് ഇറ്റ് സെൽഫ്. ഓക്കെ, ഇത് പെർസെൻറ്റേജ് ഏരിയയിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് ഞാൻ കടക്കുകയാണ്. എ മാൻ ഹാസ് ടു വാക്ക് 6 കിലോമീറ്റർ ടു കവർ ഓൾ ദ ബൗണ്ടറീസ് ഓഫ് എ റെക്ടാങ്കുലർ ഫാം. അപ്പൊ റെക്ടാങ്കുലർ ഷേപ്പിലുള്ള ഒരു ഫാമാണ്. ഓക്കെ, അപ്പൊ ഇവിടെ ലെങ്ത് ഉണ്ടാവും, ഇവിടെ ബ്രെഡ്ത്ത് ഉണ്ടാവും. ഈ ബൗണ്ടറിയിലൂടെ മുഴുവൻ പോകണമെന്ന് വെച്ചാൽ ലെങ്ത് ബ്രെഡ്ത്ത്. ഇതിനാണ് നമ്മൾ എന്ത് പറയാ? പെരിമീറ്റർ എന്ന് പറയാം, അല്ലേ? ഈ ഫുൾ ബൗണ്ടറിക്കാണ് നമ്മൾ L+B+L+B, അതാണ് പെരിമീറ്റർ. സോ 2 ഒരു റെക്ടാങ്കിളിന്റെ പെരിമീറ്റർ എത്രയാ? 2 × L+B. ഈ ബൗണ്ടറി എത്രയാണെന്നാണ് നമ്മളോട് പറയുന്നത്? 6 കിലോമീറ്റർ ആണ്. 2 × L+B is equal to 6 kilometer. So L+B is equal to 3 kilometer. അടുത്ത നമ്മളെടുത്ത് എന്താ പറയുന്നത്? ഏരിയ ഈസ് ഈക്വൽ ടു 2. ഏരിയ 2 ആണെങ്കിൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഈസ് ഈക്വൽ ടു 2. ലെങ്ത്തും ബ്രെഡ്ത്തും കൂടെ ആഡ് ചെയ്താൽ 3യും ലെങ്ത്തും ബ്രെഡ്ത്തും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ 2ഉം കിട്ടുമെങ്കിൽ ലെങ്ത്ത് 2 ആണെങ്കിൽ ബ്രെഡ്ത്ത് എത്രയാവണം? 1 ആവണം. ഓർ ബ്രെഡ്ത്ത് 2 ആണെങ്കിൽ ലെങ്ത്ത് എത്രയാവണം? 1 ആവണം. ഒന്ന് 2ഉം ഒന്ന് 1ഉം ആയാലേ രണ്ടും കൂടെ ആഡ് ചെയ്താൽ 3യും രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ 2ഉം കിട്ടുള്ളൂ. ക്വസ്റ്റ്യൻ ഇവിടെ എന്താ? ലെങ്ത്തും ബ്രെഡ്ത്തും തമ്മിലുള്ള ഡിഫറൻസ് എത്ര എന്നാണ് ചോദിക്കുന്നത്. ഇപ്പൊ 2ഉം 1ഉം തമ്മിലുള്ള ഡിഫറൻസ് എത്രയാ വരിക? 1 കിലോമീറ്റർ. അപ്പൊ നമുക്ക് ഇവിടെ പെരിമീറ്റർ എന്താണെന്ന് അറിയണം. ആ ബൗണ്ടറി എന്ന് പറയുമ്പോൾ പെരിമീറ്റർ ആണ് എന്നുള്ള കാര്യം കൃത്യം ഓർമ്മ വരണം. ഒരു റെക്ടാങ്കിളിന്റെ സ്ക്വയർ പെരിമീറ്റർ എന്താണ്, ഏരിയ എന്താണ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റണം. അതാണ് ആ കൺസെപ്റ്റ് ഉണ്ടോ അറിയോ നിങ്ങൾക്ക് എന്നാണ് അവരോട് ചെക്ക് ചെയ്യുന്നത്. ഇവിടെ ക്വസ്റ്റ്യൻ, ദ ലീസ്റ്റ് നമ്പർ by which 450 must be multiplied in order to make a perfect square. 450യെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആവുക എന്നാണ് ചോദ്യം. നമ്പർ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം 450 × 2 എത്രയാ? 450 × 2 900 ആണ്. 900 30യുടെ സ്ക്വയർ ആണ്, അല്ലേ? നമുക്ക് ഈ നമ്പർ ആയതുകൊണ്ട് നമുക്ക് കാണുമ്പോഴേക്ക് തന്നെ അറിയാം. ഇനി അറിയാത്തവരെന്ത് ചെയ്യുക? ഫാക്ടറൈസേഷൻ മെത്തേഡിലൂടെ ചെയ്തു നോക്കുക. ഇവിടെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്പർ 450 തന്നതുകൊണ്ട് ഓപ്ഷനിലേക്ക് നോക്കുക. 2 ഉണ്ട്. 450 × 2 എത്ര? 45 × 2 90. അപ്പോൾ 450 × 2 900. 900 എന്ന് പറഞ്ഞാൽ ഏതിൻ്റെ സ്ക്വയറാ? 30യുടെ സ്ക്വയർ ആണ്, പെർഫെക്റ്റ് സ്ക്വയർ ആണ്. ഓക്കെ, അപ്പോൾ ആൻസർ എന്ത് കിട്ടും? 2 എന്നുള്ള ആൻസറിലേക്ക് നമ്മൾ പോകും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കുന്നു ഞാൻ. If the rate of simple interest is 12% per annum, then find the amount that would get interest of ₹6,000 per annum എന്നാണ് ക്വസ്റ്റ്യൻ. സിമ്പിൾ ഇൻട്രസ്റ്റ് കാണാനുള്ള ഫോർമുല എന്തായിരുന്നു ഓർമ്മ ഉണ്ടോ? സിമ്പിൾ ഇൻട്രസ്റ്റ് I is equal to PRT/100 ഓർ PNR എന്ന് പഠിച്ചവരാണെങ്കിൽ PNR/100. P എന്താ? പ്രിൻസിപ്പൽ എമൗണ്ട്. R എന്താ? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. T എന്താ? എത്രയാണോ ടേം, അതാണ് T. ഇവിടെ നമ്മളെ അടുത്ത് എന്താ പറയുന്നത്? എത്രയോ ഒരു എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്തു, അതിന് 12% ആണ് ഇൻട്രസ്റ്റ്.
ഒരു വർഷം കൊണ്ട് പെർ ആനം 1 ഇയർ കൊണ്ട് 6,000 റുപ്പീസ് ഇൻട്രസ്റ്റ് കിട്ടി. അങ്ങനെയാണെങ്കിൽ പ്രിൻസിപ്പൽ എമൗണ്ട് എത്ര എന്നാണ് നമ്മളോട് ചോദ്യം. അപ്പൊ ഐക്ക് പകരം നമ്മൾ ഇവിടെ എന്ത് കൊടുക്കണം? 6,000 is equal to പി ഇൻറ്റു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാ? 12 ഇൻറ്റു എത്രയാണ് ടേം? ഒരു വർഷത്തേക്ക് 1/100. So P is equal to 6,000 into 100 divided by 12. 12നെ 60 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 5 ടൈംസ്. സോ 500 into 100. സോ 50000. ഈ ആൻസറിലേക്ക് കടക്കും. അപ്പൊ ഇവിടെ നമ്മൾ എന്താ പഠിക്കേണ്ടത്? സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല അറിഞ്ഞിരിക്കണം. അത് ക്ലീ എക്സാമിലും ക്യുസാറ്റ് എക്സാമിലും ഒക്കെ വരുന്നതാണ് ഈ സിമ്പിൾ ഇൻട്രസ്റ്റ്. അപ്പോൾ അത് എപ്പോഴും ഓർത്ത് വെക്കണം. I is equal to PRT/100. ഈ ക്വസ്റ്റ്യൻസ് ഈ ഏരിയയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ മിക്കവാറും ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അതൊന്ന് നല്ലോണം പഠിച്ചു വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. 9 girls can prepare a 135 garlands in 3 hours. അപ്പോൾ ആലോചിച്ച് നോക്കൂ, 9 ഗേൾസിന് 135 ഗാർലൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എത്ര അവർ വേണം? 3 hours വേണം. നമ്മുടെ അടുത്ത ചോദ്യം എന്താണെന്നറിയോ? അങ്ങനെയാണെങ്കിൽ എത്ര ആൾക്കാർ വേണം 270 ഗാർലൻസ് 1 hour ഉണ്ടാക്കാൻ എന്നാണ് ചോദ്യം. അങ്ങനെയാണെങ്കിൽ ഇതേ 9 ഗേൾസിന് 135ന്റെ ഇരട്ടിയാണല്ലോ 270. അപ്പൊ 270 ഗാർലൻസ് ഉണ്ടാക്കണമെങ്കിൽ എത്ര മണിക്കൂർ വേണ്ടി വരും? 135 ഗാർലൻസ് ഉണ്ടാക്കാൻ 3 hour വേണമെങ്കിൽ ഇതിന്റെ ഇരട്ടി 270 ഗാർലൻസ് ഉണ്ടാക്കണമെങ്കിൽ 6 hours വേണമല്ലോ. ഇതെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പം 135 ഉണ്ടാക്കാൻ 3 hours വേണം. അപ്പൊ അതിന്റെ ഇരട്ടിയായ 270 ഉണ്ടാക്കണമെങ്കിൽ 6 hours വേണം. ഇവിടെ ഗേൾസിന്റെ എണ്ണം മാറുന്നില്ല. ഇപ്പൊ നമ്മളെടുത്ത ചോദ്യം എന്താ? ഈ 6 hours പകരം ഇത് 1 hour നടക്കണം. 1 hour ഉണ്ടാക്കി കഴിയണം. എത്ര എണ്ണം ഉണ്ടാക്കണം? ഇതേ 270 എണ്ണവും ഉണ്ടാക്കണം. അപ്പം ഇത് 6 മണിക്കൂർ കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു സാധനം 1 മണിക്കൂറിൽ ഉണ്ടാക്കണമെങ്കിൽ 6 ഇരട്ടി ആൾക്കാർ വേണമല്ലോ. അപ്പൊ 9ന് പകരം അപ്പൊ എത്ര ആൾക്കാർ വേണം? 9 into 6 ആൾക്കാർ വേണമല്ലോ. 9 into 6 എന്ന് പറഞ്ഞാൽ എത്രയാ? 54. അപ്പൊ എത്ര ഗേൾസ് വേണം? 54 ഗേൾസ് വേണം. വളരെ സിമ്പിളായിട്ട് ഇത് സോൾവ് ചെയ്യുന്ന ടൈപ്പ് ഇതാണ് ഞാൻ പറഞ്ഞു തന്നത്. അപ്പൊ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. കൺസെപ്റ്റ് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യട്ടെ. ഇതൊരു നല്ല ക്വസ്റ്റ്യനാണ്. ഇത് ക്വസ്റ്റ്യൻ വായിക്കുന്നിടത്താണ് പലപ്പോഴും നമുക്ക് തെറ്റിപ്പോവുക. ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. എ ബസ് ഫോർ ബോംബെ ലീവ്സ് ആഫ്റ്റർ എവറി 40 minutes ഫ്രം ബസ് സ്റ്റാൻഡ്. ഓരോ 40 മിനിറ്റ് കൂടുമ്പോൾ ബസ് ഉണ്ട്. An enquiry clerk told a passenger that the bus had already left 10 minutes ago. ഒരാള് ക്ലർക്കിന്റെ അടുത്ത് പോയിട്ട് ചോദിച്ചു, ബസ് ഉണ്ടോ ചോദിച്ചപ്പോൾ 10 മിനിറ്റ് മുമ്പ് ബസ് പോയി എന്ന് പറഞ്ഞു. ആൻഡ് ദ നെക്സ്റ്റ് ബസ് വിൽ ലീവ് അറ്റ് 10:45. അപ്പൊ നെക്സ്റ്റ് ബസ്സിന്റെ ടൈം എത്രയാ? 10:45 ആണ്. നെക്സ്റ്റ് ബസ് 10:45 ഓരോ ബസ്സും തമ്മിൽ എത്രയുടെ ഡിഫറൻസാ? ഓരോ 40 മിനിറ്റ്സ് കൂടുമ്പോഴും ബസ് ഉണ്ടെന്നാണല്ലോ പറഞ്ഞത്. അപ്പം ഈ ബസ് 10:45 തൊട്ടു മുമ്പിലത്തെ ബസ് എത്ര മണിക്കായിരിക്കും? 10:05 അപ്പോഴല്ലേ ഒരു 5 മിനിറ്റ്സിന്റെ ഡിഫറൻസിൽ 40 മിനിറ്റ്സിന്റെ ഡിഫറൻസിൽ ബസ് ഉണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ. കഴിഞ്ഞ ബസ് 10:05 പോയി, അടുത്ത ബസ് 10:45 40 മിനിറ്റ് കൂടുമ്പം ബസ് ഉണ്ട്. പക്ഷെ ഇയാൾ എന്താ ഈ 10:05 ബസ് പോയി, ഇയാൾ എന്താ പറഞ്ഞത്? 10 മിനിറ്റ് മുമ്പ് ബസ് പോയെന്നാണ് പറഞ്ഞത്. അപ്പൊ ഇപ്പൊ സമയം എത്രയായിരിക്കും? 10:15 ആവണ്ടേ? 10:15 ആവണ്ടേ? അപ്പോഴല്ലേ 10 മിനിറ്റ്സ് മുമ്പ് ബസ് പോയി എന്ന് പറയാൻ പറ്റുള്ളൂ. നമ്മളടുത്ത ചോദ്യം എന്താ? ഇപ്പോഴത്തെ ടൈം എത്ര എന്നാണ് ചോദ്യം. അപ്പൊ ആൻസർ എന്ത് വരും? 10:15 എന്ന് വരും.
ഇവിടെ സത്യം പറഞ്ഞാൽ ഒരു ഫോർമുലയും ഒന്നും വേണ്ട. ഇത് ക്യുസാറ്റിന്റെ ആക്ച്വൽ പേപ്പറിൽ വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ആട്ടോ. ഇവിടെ നിങ്ങൾക്ക് ഫോർമുലയൊന്നും വേണ്ട. പക്ഷെ കൃത്യമായ ആ കൺസെപ്റ്റ് മനസ്സിലാക്കാൻ പറ്റണം. എന്താണ് ഇവിടെ പറയുന്നത് എന്നുള്ളത് കൃത്യം മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാൾക്ക് ഈ ക്വസ്റ്റ്യൻ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അതൊക്കെ ലോജിക്കൽ സ്കിൽ ഉണ്ടോ എന്ന് കൃത്യമായിട്ട് അളക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. വൺ മോർണിംഗ് ആഫ്റ്റർ സൺറൈസ്, ഇത് ഡിസ്റ്റൻസ് ആൻഡ് ഡയറക്ഷനിൽ വരുന്നതാണ്. വൺ മോർണിംഗ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വൺ മോർണിംഗ് ആഫ്റ്റർ സൺറൈസ്, വികാസ് ആൻഡ് ഷാനു വെർ സ്റ്റാൻഡിങ് ഇൻ എ ലോൺ വിത്ത് ദെയർ ബാക്ക് ടുവേർഡ്സ് ഈച്ച് അതർ. അതായത് പിന്തിരിഞ്ഞാണ്, അതായത് ഞാൻ ഇങ്ങോട്ട് നോക്കിയാൽ നിൽക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പുറമുള്ള ആൾ അങ്ങോട്ട് നോക്കിയായിരിക്കും നിൽക്കുന്നുണ്ടാവുക. ഓക്കെ, പുറം തിരിഞ്ഞ് നിൽക്കുക പറയില്ലേ, അങ്ങനെയാണ് അവർ നിൽക്കുന്നത്. വികാസ് ഷാഡോ ഫെൽ എക്സാക്ട്ലി ടുവേർഡ്സ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. അങ്ങനെയാണെങ്കിൽ വിച്ച് ഡയറക്ഷൻ വാസ് ഷാനു ഫേസിങ് എന്നാണ് ക്വസ്റ്റ്യൻ. ഇവിടെ ഏറ്റവും മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്നറിയാം, മോർണിംഗ് ആണെങ്കിൽ സൺ എവിടെയാണ് ഉണ്ടാവുക? ഈസ്റ്റിലാണ് സൺ ഉണ്ടാവുക. സൺ ഈസ്റ്റിലാണെങ്കിൽ നിങ്ങളുടെ ഷേഡോ എവിടെയേ വരുള്ളൂ? വെസ്റ്റിലേ വരുള്ളൂ. ഷേഡോ വെസ്റ്റിലാണ് വരുന്നത്. ഷേഡോ വെസ്റ്റിൽ വരുമ്പം വികാസിന്റെ ഷേഡോ വികാസിന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ വരണമെങ്കിൽ, വികാസിന്റെ ലെഫ്റ്റില് വെസ്റ്റ് വരണമെങ്കിൽ വികാസ് എങ്ങോട്ടായിരിക്കണം ഫേസ് ചെയ്യുന്നത്? നോർത്തിലേക്ക് ഫേസ് ചെയ്യണം. വികാസ് നോർത്തിലേക്ക് ഫേസ് ചെയ്താലേ വികാസിന്റെ ലെഫ്റ്റില് വെസ്റ്റ് വരുള്ളൂ. വികാസ് നോർത്തിലേക്കാണ് ഫേസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നേരെ മറ്റേ സൈഡിലേക്ക് തിരിഞ്ഞല്ലേ ഷാനു നിൽക്കുന്നത്. അപ്പൊ ഷാനു എങ്ങോട്ട് തിരിഞ്ഞു നിൽക്കണം? സൗത്തിലേക്ക് തിരിഞ്ഞു നിൽക്കണം. ഈ ഡയറക്ഷൻ കൃത്യമാവണമെങ്കിൽ നമുക്ക് തന്നെ ഒരു ദിശാബോധം എന്ന് പറയില്ലേ, ദിശകളെക്കുറിച്ചുള്ള ബോധം അതുണ്ടാവണം. ഇത് അത്യാവശ്യമാണ്. നാളെ നിങ്ങൾ ലോയർ ആയാലും നിങ്ങൾക്കൊരു സെയിൽ ഡീഡോ നിങ്ങളുടെ മുമ്പിൽ ഒരു അസൈൻമെൻറ്റ് ഡീഡൊക്കെ വന്നാൽ അത് വായിച്ചാൽ നോർത്ത് ഏത് സൗത്ത് ഏത് എന്നുള്ളത് നിങ്ങൾക്ക് പെട്ടെന്ന് തിങ്ക് ചെയ്യാൻ പറ്റണം. ഒരു സാധനം വായിച്ചാൽ നമ്മുടെ മനസ്സിലത് വരണം. അതിനിതൊരു അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് അവർ ആ ഏരിയ ചോദിക്കുന്നതും. അപ്പം ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട് നോക്കേണ്ടത് ടൈം എത്രയാണ്, ആ ടൈമിനനുസരിച്ച് സൺ എവിടെ ഉണ്ടാവും, ഷാഡോ എവിടെ ഉണ്ടാവും. ആ ഷേഡോ അവിടെ വരണമെങ്കിൽ ഞാൻ എങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കണം. ആ കൺസെപ്റ്റാണ് നിങ്ങൾക്ക് കൃത്യമായിട്ടും ഇവിടെ അറിയേണ്ടത്. ഈ ഏരിയയിലൊക്കെ ഉള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ജോബ് സെക്യൂരിയുടെ വർക്ക് ബുക്സിലുണ്ട് കേട്ടോ. വർക്ക് ബുക്സ് ഒക്കെ വാങ്ങി ജോബ് സെക്യൂരിയുടെ സ്റ്റുഡൻസ് ആണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസിലൂടെ പോവാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. 4 books PQR and S are placed on a table. 4 ബുക്ക് മുകളിലായിട്ട് ടേബിളിൽ വെക്കുകയാണ്. R is placed above Q. അപ്പൊ R ഇവിടെ വെച്ചു എന്ന് വെച്ചാൽ R is placed above Q. Qവിന്റെ മുകളിലായിട്ട് R വെച്ചു. പിന്നെ നമ്മളെടുത്ത് എന്താ പറയുന്നത്? And S is placed below P. S Pയുടെ താഴെയായിട്ടും വെച്ചു. 4 ബുക്കാണ് ഉള്ളത്. പിന്നെ നമ്മളെടുത്ത് പറയുന്നു R is not at the top. R അല്ല മുകളിലുള്ളത്. R അല്ല മുകളിലെങ്കിൽ മുകളിൽ ഏത് വരണം? P വന്നേ പറ്റുള്ളൂ. അതിൻ്റെ താഴെ തന്നെ ആര് വരണം? S വരണം. അതിൻ്റെ താഴെ R വരണം. അതിൻ്റെ താഴെ Q വരണം. അപ്പോഴല്ലേ ഈ പറഞ്ഞ എല്ലാ കണ്ടീഷൻസും സാറ്റിസ്ഫൈഡ് ആവുള്ളൂ. നമ്മുടെ അടുത്ത ചോദ്യം എന്താ? ഏറ്റവും വിച്ച് ബുക്ക് ഈസ് അറ്റ് ദ ബോട്ടം, ഏറ്റവും താഴെ ഉള്ളത് ഏതാണ്? ഏറ്റവും താഴെ ഏതാ വരിക? അപ്പം Q ആണ് വരിക. നല്ലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. നിങ്ങൾക്ക് ഈ ഒരു ഓർഡർ ആൻഡ് പൊസിഷൻ ഏരിയ ക്ലിയർ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നൊരു ക്വസ്റ്റ്യൻ. ഇത് കോഡിംഗ് ഡീകോഡിങ്ങിൽ വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. QPO SRQ UTS WVU. ഇതൊക്കെ കിസാറ്റ് ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ആക്ച്വൽ പേപ്പറിൽ വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഓരോ ക്വസ്റ്റ്യൻസും വന്ന ഇയറും ഞങ്ങൾ ഇവിടെ നോട്ട് ചെയ്യുന്നുണ്ട്, കാണിക്കുന്നുണ്ട്. ശ്രദ്ധിക്കുക. ഇവിടെ നോക്കൂ. PQ SRS PQRS TUVW. അപ്പം അടുത്ത് എന്ത് വരണം? XY. ഇങ്ങനെയാണ് XY വരേണ്ടത്. അപ്പോൾ ഓപ്ഷനിലേക്ക് നോക്കുക. XY വന്നിട്ടുള്ള ഓപ്ഷൻസ് ഏതാണ്?
ഇതാ കണ്ടോ, വൈ എക്സ്. എക്സ് വൈ എന്നുള്ള തിരിച്ചാണേ ഞാൻ ഇങ്ങനെ ഇങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ വി പി ക്യു ആർ എസ് ഒക്കെ ഇങ്ങോട്ടാണല്ലോ വരുന്നത്. അപ്പം എക്സ് വൈ. ലാസ്റ്റോ ഒ ക്യു എസ് യു. അപ്പോൾ ഓട്ടോമാറ്റിക് എന്ത് വരും? ഡബ്ല്യു വരും. അപ്പോൾ ആൻസർ എന്ത് വരും? വൈ എക്സ് ഡബ്ല്യു എന്നുള്ള ആൻസറിലേക്ക് പോകും. കോഡിംഗ് ഡീകോഡിങ്ങിലെ ഒരു ക്വസ്റ്റ്യൻ. അത്ര ടഫ് ക്വസ്റ്റ്യൻ അല്ല, ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. വേണമെങ്കിൽ തെറ്റിക്കാവുന്നതുമാണ് കേട്ടോ. ഇതൊക്കെ തെറ്റിക്കുന്നവരെ കണ്ടിട്ടുണ്ട് ഞാൻ. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. 3 of the following 4 are alike in a certain way. നമ്മളെടുത്ത് അതിൽ ഏതാണ് ഗ്രൂപ്പിൽ പെടാത്തത്, ഓഡ് വൺ ഔട്ട് ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പം നിങ്ങൾ ഈ നമ്പേഴ്സ് ഒക്കെ നോക്കൂ. 144, 169, 256. ഈ നമ്പേഴ്സിനൊക്കെ ഒരു പ്രത്യേകത ഉണ്ട്. എന്താ? ഇതൊക്കെ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആണ് അല്ലേ? 144 എന്ന് പറഞ്ഞാൽ 12ന്റെ സ്ക്വയർ ആണ്. 169 എന്ന് പറഞ്ഞാൽ 13 സ്ക്വയർ ആണ്. 256 എന്ന് പറഞ്ഞാൽ 16 സ്ക്വയർ ആണ്. 288 ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല. അപ്പം ഇതിൽ ഓഡ് വൺ ഏതാ? 288 ആണ് ഇവിടെ ഓഡ് വൺ ആയിട്ട് വരുന്നത്. അപ്പോൾ ഓഡ് വൺ ക്വസ്റ്റ്യൻ ഒക്കെ വരുമ്പോൾ തന്നെ ഓർമ്മയിൽ വരണം, സ്ക്വയേഴ്സും ക്യൂബ്സും ഒക്കെ ഞാൻ എപ്പോഴും ക്ലാസ്സിൽ പറയാറുള്ളതാണ്. സ്ക്വയറും ക്യൂബും ഒക്കെ എന്തായാലും അറിഞ്ഞിരിക്കണം. ഇവിടെ നോക്കൂ, രാം ആൻഡ് ശ്യാം സ്റ്റാർട്ടഡ് വാക്കിംഗ് ഫ്രം ദ സെയിം പോയിന്റ്. അപ്പം ഇങ്ങനെ ഒരു സെയിം പോയിന്റിൽ നിന്ന് രാമും ശ്യാമും നടക്കാൻ തുടങ്ങി. അപ്പം രാം ഇങ്ങോട്ട് നടന്നു, ശ്യാം ഇങ്ങോട്ട് നടന്നു. ഇത് റാമാണ്, ഇത് ശ്യാമാണ്. ഓക്കെ, ബോത്ത് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ എന്ന് പറഞ്ഞത്. അതായത് ഒരാൾ ഇങ്ങോട്ടും നടന്നു, ഒരാൾ ഇങ്ങോട്ടും നടന്നു. രണ്ടുപേരും ബോത്ത് ഓഫ് ദം വോക്ക്ഡ് 6 കിലോമീറ്റർ ഫോർവേഡ്. ഇവിടെയും 6 കിലോമീറ്റർ പോയി, ഇവിടെയും 6 കിലോമീറ്റർ പോയി. ദെൻ രാം ടേൺഡ് റൈറ്റ്. അപ്പൊ രാം ആരാണ്? ഇതാണ് രാം. രാം ഇങ്ങനെ പോകുന്ന ആള് റൈറ്റിലേക്ക് ടേൺ ചെയ്തു എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് പോയി. എന്നിട്ട് 8 കിലോമീറ്റർ പോയി. ഓക്കെ, അതേപോലെ ശ്യാം ടേൺഡ് ലെഫ്റ്റ് ആൻഡ് വോക്ക്ഡ് 8 കിലോമീറ്റർ. ശ്യാം ഇങ്ങോട്ട് പോയി, 8 കിലോമീറ്റർ പോയി. നമ്മുടെ അടുത്ത് ചോദ്യം സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് രണ്ടുപേരും എത്ര ദൂരെയാണ് എന്നാണ് ചോദ്യം. അപ്പോൾ ആലോചിച്ച് നോക്കൂ, ഇത് ഈ ഡിസ്റ്റൻസ് ആണ്, ഇത് ഈ ഡിസ്റ്റൻസ് ആണ്. ഈ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? ഇത് 8ഉം ഇത് 6ഉം ആണെങ്കിൽ പൈത്തഗോറസ് തിയറം ഓർമ്മ ഉണ്ടാവും. ഇത് എ ബി സി ആണെങ്കിൽ എ സി സ്ക്വയർ ഇസ് ഈക്വൽ ടു എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ. സോ എ സി സ്ക്വയർ ഇസ് ഈക്വൽ ടു എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ ഈക്വൽ ടു എ ബി സ്ക്വയർ എത്രയാ? 6 സ്ക്വയർ പ്ലസ് 8 സ്ക്വയർ. 6 സ്ക്വയർ എത്രയാ? 36 പ്ലസ് 64. 36ഉം 64ഉം ആഡ് ചെയ്താൽ 100. എ സി സ്ക്വയർ 100 ആണെങ്കിൽ എ സി എത്രയായിരിക്കും? റൂട്ട് ഓഫ് 100 ഇസ് ഈക്വൽ ടു 10. അപ്പോൾ ഇത് 10 എന്ന് കിട്ടും. അതേ 6ഉം 8ഉം തന്നെയല്ലേ ഇവിടെ. അപ്പോൾ ഇതും എത്ര എന്ന് കിട്ടും? 10 എന്ന് കിട്ടും. അപ്പം നമ്മുടെ ആൻസർ എന്താ? 10 km 10 km എന്നുള്ള ആൻസറിലേക്ക് നമ്മൾ എത്തും. ഇവിടെ പൈത്തഗോറസ് തിയറും അറിയണം, ഡയറക്ഷനെ കുറിച്ചുള്ള ബോധവും വേണം. രണ്ടും കൂടെ ശരിയായാലേ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും. ഡിസ്റ്റൻസ് ആൻഡ് ഡയറക്ഷൻ്റെ ഒക്കെ അത് മാത്രമുള്ള ഞങ്ങളുടെ വീഡിയോസും യൂട്യൂബിൽ അവൈലബിൾ ആണ്. അതൊക്കെ ഒന്ന് കേട്ട് നോക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം ഞാൻ. ഇവിടെ നമ്പർ സീരീസുമായി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണിത്. ലുക്ക് അറ്റ് ദിസ് സീരീസ്, വിച്ച് നമ്പർ ഷുഡ് ഫിൽ ദ ബ്ലാങ്ക് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ നമ്പേഴ്സ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം 664ഉം 332. 332ൻ്റെ ഇരട്ടിയാണ് 664 അല്ലേ? അപ്പോൾ ഇതിനെ ഹാഫ് ആക്കുമ്പോൾ ഓർ ഡിവൈഡഡ് ബൈ 2 ആണ് 332. 332വിനോട് 8 ആഡ് ചെയ്യുമ്പോഴാണ് 340 ആവുക. 340യുടെ ഹാഫാണ് 170 അല്ലേ?
ഡിവൈഡഡ് ബൈ 2. അപ്പം ആദ്യം നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു, പിന്നെ 8 ആഡ് ചെയ്തു, വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പം അടുത്ത് എന്ത് ചെയ്യണം? 8 ആഡ് ചെയ്യണം. 170യോട് 8 ആഡ് ചെയ്താൽ എത്രയാന്ന് കിട്ടും? 178. 178ന്റെ ഹാഫ് എത്രയാ? 89. ഇവിടെ ശരിയാവുന്നുണ്ട്. അപ്പൊ ഇവിടെ വരേണ്ട നമ്പർ ഏതാ? ഈ ബ്ലാങ്കിൽ വരേണ്ട നമ്പർ ഏതാ? 178 ആണ്. അപ്പൊ ആൻസർ എന്താ വരിക? 178. ആ നമ്പർ സീരീസ് കൃത്യമായിട്ട് മനസ്സിലാവണം. നമ്പർ സീരീസിൻ്റെയും വീഡിയോ നമ്മുടെ യൂട്യൂബിൽ അവൈലബിൾ ആണ്. നിങ്ങൾ ആ യൂട്യൂബ് വീഡിയോ ഒക്കെ ഒന്ന് കണ്ടു നോക്കുക. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നോക്കൂ. ഹൗ മെനി സച്ച് 5s ആർ ദർ ഇൻ ദ ഫോളോയിങ് നമ്പർ സീരീസ്, ഈച്ച് ഓഫ് വിച്ച് ഈസ് ഇമ്മീഡിയറ്റ്ലി പ്രിസീഡഡ് ബൈ 3 or 4? അപ്പൊ 5ന്റെ മുമ്പ് 3ഓ 4ഓ വരണം, ബട്ട് നോട്ട് ഇമ്മീഡിയറ്റ്ലി ഫോളോഡ് ബൈ 8 or 9. പക്ഷെ 5 കഴിഞ്ഞാൽ 8ഓ 9ഓ വരാൻ പാടില്ല. അപ്പൊ ഇവിടെയുള്ള ഫസ്റ്റ് 5 നോക്കൂ. മുമ്പിൽ 3 വന്നു, പക്ഷെ പിന്നീട് 9 വന്നു. അപ്പൊ ഈ 5 ശരിയാവോ? ഇല്ല. ഈ 5 ശരിയാവോ? ഇല്ല, കാരണം മുമ്പിൽ 3 വന്നിട്ടില്ല. ഈ 5ന് മുമ്പിൽ 4 വന്നു, കഴിഞ്ഞിട്ട് 8ഓ 9ഓ വന്നിട്ടില്ല. അപ്പൊ ഈ 5 ശരിയാവും. ഈ 5 ശരിയാവോ? ഇല്ല. ഈ 5 ശരിയാവോ? ഈ കഴിഞ്ഞിട്ട് 8 വന്നു, ശരിയാവില്ല. ഈ 5 ശരിയാവും. ഈ 5 നോക്കൂ, ശരിയാവും. ഈ 5 ശരിയാവോ? ഇല്ല, മുമ്പിൽ 3ഓ 4ഓ വന്നില്ല, ശരിയാവില്ല. ഇതും ശരിയാവില്ല. ഇത് ശരിയാവും. ഇത് ശരിയാവും. അങ്ങനെ എത്ര എണ്ണം ശരിയാവുന്നത് നോക്കൂ. 1 2 3 4 5. അപ്പൊ ആൻസർ എന്താ കിട്ടുക നമുക്ക്? നൺ ഓഫ് ദ എബോവ് എന്നുള്ള ആൻസറിലേക്ക് നമ്മൾ പോകും. 5 ആണ് ആൻസർ. 5 എന്നുള്ളൊരു ആൻസർ ഇല്ലാത്തത് കൊണ്ട് നൺ ഓഫ് ദ എബോവ് എന്നുള്ള ആൻസറിലേക്ക് പോവാണ്. അപ്പം നമ്മളെ ക്യുസാറ്റിൻ്റെ മെൻ്റൽ എബിലിറ്റി ഏരിയയിൽ, ക്യുസാറ്റിന് ലോജിക്കൽ റീസണിങ് ഏരിയയിൽ മുൻകാലങ്ങളിൽ വന്നിട്ടുള്ള ഒരുപാട് വെറൈറ്റി ക്വസ്റ്റ്യൻസിലൂടെയാണ് ഇന്ന് പോയത്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് കണ്ടപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഒരു ബേസ് സ്ട്രോങ് ആയാൽ തന്നെ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അതിന് കൃത്യമായിട്ടൊരു കോച്ചിങ് അത്യാവശ്യമാണ്. അപ്പം ജോബ് സെക്യൂരിറ്റിയുടെ ഗൈഡിലൂടെ നന്നായിട്ട് പോവുക, കൃത്യമായിട്ട് ഞങ്ങളുടെ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യുക, കൃത്യമായ വീഡിയോസിലൂടെ പോവുക. അപ്പോഴേ നമുക്ക് നല്ലൊരു റിസൾട്ടിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പം നമുക്കിനി വീണ്ടും കാണാം. ടേക്ക് കെയർ. ബൈ ബൈ. ഓൾ ദ ബെസ്റ്റ്.